ചെയ്യുന്നില്ല, അവള് പഠിക്കാൻ നോക്കുന്നില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. എന്റെ മുഖത്തോട്ട് തുടർച്ചയായി 4 വട്ടം, കറക്റ്റ് 4 വട്ടം അടിച്ചു. എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഉച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കരുതിയതുപോലെ തന്നെ ഇത് ഫാമിലി ഇഷ്യൂസ് ആണ്. അനാവശ്യമായിട്ട് ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് വെറുതെ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് സ്വന്തം ഫാമിലി ഇഷ്യൂസ് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ അടുത്തും പറയണത്. ഒരു കാര്യവുമില്ലാതെ കുടുംബകാര്യങ്ങൾ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പുവാണ്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുമോ? ഒരിക്കലുമില്ല. വെറുതെ അനാവശ്യമായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രശ്നേഷിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിക്ക കുടുംബങ്ങളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവരെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ഒരു പ്രശ്നത്തിനാണ് ഇത്രയും വലിയൊരു കാര്യമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രശ്നേഷിൻ്റെ അനീതിയുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. അൽത്താഫ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിനകത്ത് ആ ഒരു വോയിസ് ഉൾപ്പെടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അനീതി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രശ്നേഷിൻ്റെ ഈ അമിതമായിട്ടുള്ള വൃത്തി ഉണ്ടല്ലോ, അതായത് സാനിറ്റൈസർ വെച്ചിട്ടുള്ള പരിപാടികൾ. ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ റിയൽ ലൈഫിൽ ഇവന് യാതൊരു വൃത്തി എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്നുള്ള രീതിയിലാണ് അനീതിയൊക്കെ പറയണത്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി നൈസായിട്ട് ഗ്രീൻ ഹൗസിൽ നിന്ന് ഫുള്ളായിട്ട് മാറി. എന്നോടത് അവള് പറയുകയും ചെയ്തായിരുന്നു, നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. നമ്മൾ ഇന്നേ വരെ ഗ്രീൻ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല. അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന ലാഭം കേട്ടോ, അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങൾ അവൾ നോക്കിക്കോണമെന്നാണ് പറയുന്നത്. അമ്മ ഫുള്ളായിട്ട് അതിൽ നിന്ന് മാറി. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിപ്പോൾ ഒരു നേരെയുള്ള വാരത്തരികയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നതല്ല. ഞാനിപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലിയുണ്ട്, ഞാൻ പെരുത്തിരിക്കുവാണ്, ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അവൾ പറയും ഒരിച്ചിലെങ്കിലും കഴിക്കും, ഞാൻ വാരിത്തരാന്ന് പറയും. അപ്പം ഞാൻ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരിത്തരുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടിൽ ഇവളുടെ അപ്പച്ചി ഉള്ളപ്പോൾ വരെ പോയി പറഞ്ഞിട്ടുണ്ട്, അത് അവന് കൈപൊങ്ങത്തില്ലെന്ന്. ഭയങ്കര പുന്നാരമാണ്, വാരിക്കൊടുത്താലേ കഴിക്കത്തുള്ളൂ. പിന്നെ അതേപോലെ ഞാൻ ഇവന് വാരിക്കൊടുക്കുമ്പോൾ പറയുമായിരുന്നു, എന്താണ് ആദ്യമൊക്കെ ഇതൊക്കെ കാണത്തുള്ളൂ, വാരിക്കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളൂ, പിന്നെ ഇതൊന്നും കാണത്തില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നൊരു കാര്യമാണല്ലേ. ഇപ്പോൾ കല്യാണം കഴിച്ച് പുതിയൊരു പെണ്ണ് വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചില അമ്മായിമ്മമാർക്കൊരു ചിന്ത കാണും. അതായത് അവൻ എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന് കുറവ് വന്ന് അവൻ അവളോടാണ് കൂടുതൽ സ്നേഹം. അങ്ങനെയൊക്കെയുള്ളൊരു കുറച്ച് പരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇതും അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവരും പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. വെറുതെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. ഈ കുടുംബ പ്രശ്നം ഇത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല ബാക്കിയോടെ കാണാം. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തന്നെ വരത്തിന്നാനൊക്കെ പറയും. ആദ്യത്തെ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് ഇതെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മള് 1 വർഷം പിടിച്ചൊന്ന് സിങ്കായിട്ട് വരാനായിട്ട് കേട്ടാ. സിങ്കായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നവും തുടങ്ങി, അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അതിന് മുമ്പേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ ആളുടെ കൂടെ കിച്ചൻ്റെ കൂടെ ഇരുത്തത്തില്ലായിരുന്നു. അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല, കാരണം അമ്മയല്ലേ. കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ അനിയത്തിലൂടെ പുറകിലിരിക്കും, അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി. ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട്, കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതും കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിലിരുന്നു. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കില്ലേ എന്ന്. ഓക്കെ, അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയായിട്ടുള്ള പ്രശ്നം. അല്ലാതെ അമ്മയായിട്ട് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞില്ലേ, ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ തീർക്കാവുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അമ്മായിമ്മമാരും മരുമക്കളുമായിട്ടൊക്കെ അത്യാവശ്യം പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങൾ വളരെ ചുരുക്കമാണ്. പക്ഷേ ഇതിനകത്ത് രോഹിത് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പെങ്ങളെ പറ്റിയിട്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സ്വന്തം പെങ്ങളുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാം, ഇതുപോലെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം.
പക്ഷേ ഒരിക്കലും ഒരു പെങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ അങ്ങനെ ഒന്നും വന്നിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയരുത്. കാര്യം നിനക്ക് യാതൊരു ബോധമില്ലാത്തതിൻ്റെ പേരിലാണ് നീ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയല്ല, കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിലിരുന്നത്. അവന് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എന്നോട് ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ്. അപ്പം അങ്ങനെ കുറെ കൂടെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവൾ പഠിക്കാൻ നോക്കണില്ല, അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പോൾ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ, അതായത് അവൾക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് എന്നുവെച്ചാൽ നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം ഇവൾ അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി, ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീൽ ചെയ്യെങ്കിൽ ഡീൽ ചെയ്യട്ടെ. അപ്പോൾ അത് തീരുന്നതിന് മുന്നേ അടുത്ത സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, പക്ഷെ അവനവന്റെ കാര്യം അല്ല. അങ്ങനെയല്ലടി, ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നും അല്ല. അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തഴയുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഓഫ് കോഴ്സ് ഭാവിയിൽ ഏടികൾ വരും. അപ്പൊ അവക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്കാ ബാധിക്കുന്നത്. ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ അനാവശ്യമായിട്ട് ഇവിടെ ഈ പറയുന്ന പെങ്ങളുടെ റിലേഷൻഷിപ്പിനെ വലിച്ചിടുമായിരുന്നു. എന്തിനാ ഇതൊക്കെ പറയണത്? ആ ഒരു പെൺകൊച്ചിന് ഒരു ഭാവിയുള്ളതല്ലേ? നാളെ ആ പെൺകൊച്ചിന് ഏതെങ്കിലും ഒരു കല്യാണമല്ലോ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ. ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നേടാനില്ല, നിങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. കാര്യം ഇതിപ്പോൾ എന്തായാലും സംഭവം വേറെ രീതിയിലാണ്. ശരിക്കും രോഹിത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇവൻ ഇതിനകത്ത് ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ഈ പെൺകൊച്ചിനെ എന്തിനാണ് അടിച്ചതെന്നും എടുത്തതെന്നും ഉള്ളതിൻ്റെ ഒരു വ്യക്തത ഈ ഒരു വീഡിയോയ്ക്കകത്തില്ല. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും തന്നേ പറ്റത്തുള്ളൂ. കാര്യം കുറച്ച് മുന്നേ ഒരു സെക്കൻഡ് പാർട്ട് വോയിസ് ആ ഒരു പെൺകൊച്ചിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മുഖത്ത് അടിച്ചു എന്നും എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നും അത് കണ്ട് നാട്ടുകാർ വന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പറയണത് സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്നുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്ത് രോഹിത്ത് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ അവസാന ഭാഗത്ത് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മളൊക്കെ നേരത്തെ അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ്, ഇവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വർണത്തിൻ്റെ ഒരു കേസുമായിട്ട്. അതായത് രോഹിത്ത് സ്വർണ്ണം പണയം വെച്ചിട്ടായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നെന്തോ ആവശ്യം വന്നപ്പം വേറെ കുറച്ച് പൈസയും കൂടെ അവർ ചോദിച്ചു, വേറെ ബാക്കി കുറച്ച് ഗോൾഡുകൾ ചോദിച്ചു, അതിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അവസാനം ഒരു ശകലം പറയുന്നതേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. വല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നീ നിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ നിന്റെ കയ്യിലൊരു വരുമാന മാർഗ്ഗം, ഒരു സ്കിൽ സെറ്റ് വേണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരൻ വന്നിട്ട് രക്ഷിച്ചോണ്ട് പോകുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട്. വിഷുവിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ് ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ, ഞാൻ ഓൾറെഡി അവൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഡ്രസ്സ് ഒന്നും വേണ്ടി എടുത്തു കൊടുക്കാൻ പോണില്ല എന്നുള്ളത്. പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കണില്ല, രശ്മിക്കും ഡ്രസ്സ് എടുക്കണില്ല, ചിഞ്ചുവിനും ഡ്രസ്സ് എടുത്ത് കൊടുക്കത്തില്ല. അല്ലിക്ക് എടുത്ത് കൊടുക്കാം, അമ്മച്ചിക്ക് ഡ്രസ്സ് വേണം, അമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്ത് തരും. അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും. അത്ര അല്ലി എന്ന് വെച്ചാൽ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്, അപ്പം അവൾ വീട്ടിലെ അംഗമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിഗറായി. നീ എന്തു അടയിച്ചു ഈ കാണിക്കുന്നു? കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് എന്താ അമ്മയും പെങ്ങളെയും കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവനായി. എന്തുവാണ് ഇപ്പൊ അവൻ അമ്മയും പെങ്ങളെയും വേണ്ട. അതെ. എന്നിട്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ച്, അങ്ങനെ ആ പോയിന്റ്സ് ഒക്കെ വെളിയിൽ നിന്ന് ഇപ്പോൾ ഫുഡ് മേടിച്ചെടുത്തില്ല, കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല, ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല, ഇവളെയും കൊണ്ടാ കറങ്ങാൻ പോണത്. അനിയത്തിക്ക് ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ്. ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് രോഹിത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലുണ്ടായിരുന്നു. അതായത് ഇനി ഞാൻ നിന്റെ വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും, പക്ഷെ നിന്റെ കോസ്മെറ്റിക് സാധനങ്ങളോ നിനക്ക് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ മേടിച്ചു തരത്തില്ല, അതിനൊക്കെ നീ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് അനിയത്തിയുടെ ഭാഗത്ത് നിന്ന് ഉടക്കായി. അപ്പോൾ ഇതായിരുന്നു പ്രധാന പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത് ഇവൻ ഒറ്റ ഒരുത്തനാണ്. ഇവനാണ് ഇത് അനാവശ്യമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നാട്ടുകാരെയും കൂടെ അറിയിപ്പിച്ചത്. ആ കുട്ടി അതുകൊണ്ടാണ് ഗതി കെട്ടിട്ട് ഒരു വോയിസ് ആയിട്ട് പുറത്ത് കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും കഷ്ടം തോന്നി ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ വേണ്ടത്? ഇനി രോഹിത് വെറുതെ അനാവശ്യമായിട്ട് ഇത് കണ്ടന്റ് ഉണ്ടാക്കുവാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ബിഗ് ബോസ് കയറാനായിട്ട് ഫസ്റ്റ് റൗണ്ട് ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. ഇനി അതിൻ്റെ ഒരു തന്ത്രമാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ. ഏതായാലും ഇതിൻ്റെ സത്യം താമസിക്കാതെ തന്നെ പുറത്ത് വരുന്നതാണ്. അവരുടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ എന്തോ എക്സ്പ്ലനേഷൻ വോയിസ് ഒക്കെ വരാനായിട്ട് നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. അതും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ രോഹിത്തിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷനകത്ത് ഒന്നും നിൽക്കത്തില്ല. പിന്നെ ഇത് പോലീസ് കേസും കാര്യങ്ങളിലോട്ടൊക്കെ പോയി അകത്ത് പോയി കിടക്കേണ്ടി വരും.
അതിൽ പോലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അമ്മ, ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുവിൻ്റെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ, അവൾക്ക് വല്ല ഡിപ്രഷൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കാൻ ഞാൻ പറയണില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നതിന് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ കാണുന്നത് എന്തിനാണ്? ഞാനും അമ്മച്ചിയുടെ മോനല്ലേ. അത് കൂടുള്ളവരെ ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് വിടുകയാണോ ചെയ്യേണ്ടത്? വേറെ ഒരു കാര്യങ്ങളും നോക്കാഞ്ഞിട്ടാണ് അവൾക്ക് കരിയർ ഗ്യാപ്പ് വന്നത്. അല്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞോട്ട് ഗ്രീൻ ഹൗസിൽ വരുന്നില്ല. അപ്പൊ അവക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യായിരുന്നല്ലോ. അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നത്. അയ്യോ, അപ്പൊ ട്രൈ ചെയ്തില്ലെന്ന് പറയല്ലേടി. അപ്പൊ ട്രൈ ചെയ്തായിരുന്നു, കുറെ ഇങ്ങനെ കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു. അല്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ പറയാതിരിക്കുന്ന? അത് പറയേണ്ട കാര്യം. അല്ല, ആ സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നല്ലോ. പറയുന്നത് കേട്ടില്ലേ, ട്രൈ ചെയ്തു എന്ന് പറയണ്ട, അവൾ ആ സമയത്ത് വേറെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെന്ന്. പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു പെൺകുട്ടിയെ അപമാനിക്കുവാണിത്. ഇതാണ് പറഞ്ഞത്. ഇവൻ എന്തോ തലയ്ക്ക് സുഖമുണ്ട്, ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഭയങ്കര തോന്നിവാസമല്ലേ. എന്നിട്ട് സ്വന്തം അമ്മയുടെ അടുത്ത് ചോദിച്ചെന്ന് എന്തോ ഞങ്ങളുടെ ദാമ്പത്യം കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയയാണോ, നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന്. അങ്ങനെയാണോ ഒരു അമ്മയുടെ അടുത്ത് ചോദിക്കേണ്ടത്? ഇവൻ തന്നെ വന്ന് എന്തെല്ലാം വീഡിയോ ആ അമ്മയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ അമ്മയെ വെച്ചിട്ട് ഒരുപാട് കണ്ടന്റ് ഇവൻ ചെയ്തിട്ടുണ്ട്. അതായത് അമ്മ പണ്ട് അനുഭവിച്ചതും കാര്യങ്ങളും എല്ലാം അവൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് അവൻ പറഞ്ഞത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിൻ്റെ അസൂയയാണെന്ന്. ഇവനൊക്കെ എന്തുവാടെ വിളിക്കേണ്ടത്? ആ സമയത്ത് ഒന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാം ഇവന്റെ തലയിലായി. അവൻ ഭാവി തൊലച്ചു എന്നൊക്കെയാ പറയുന്നത്. ഈ പ്രശ്നം നടന്ന് എന്റെ തൊട്ടടുത്ത ദിവസമല്ല, 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അമ്മയോട് പറഞ്ഞ് അമ്മ ഇതുപോലെ പ്രോസസ്സിങ് നടക്കുവാണ്, ഇപ്പൊ കാശിന് അത്യാവശ്യമുണ്ട്. അപ്പൊ വീടിന്റെ ലീസിന് എടുത്തിരിക്കുന്നത് 7.5 ലക്ഷം രൂപയാണ്. അതിൽ 5 ലക്ഷം അമ്മയുടെയും ബാക്കി 2.5 ലക്ഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയാണ്. അപ്പൊ പ്രോസസ്സിങ്ങിന് അത് ആവശ്യം വന്നപ്പോഴത്തേക്കും എന്തായാലും വീടിന്റെ ഓണേഴ്സ് അതിപ്പോ തരാൻ പോകുന്നില്ല, കാലാവധി കഴിയാതെ തരത്തില്ല. അപ്പോഴത്തേക്കും നമുക്കിപ്പോ ആവശ്യമുള്ളത് കൊണ്ട് ഇവൻ കാറിന് വേണ്ടിയിട്ട് അനിയത്തിയുടെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മയും അനിയത്തിയും പറഞ്ഞത് പ്രകാരമാണ് ലോൺ വെച്ചത്. അല്ലാണ്ട് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോൾഡ് ആയിക്കോട്ടെ, കുതിരപ്പന്തിയിൽ കിടക്കുന്ന സ്ഥലം ആയിക്കോട്ടെ, ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ അച്ഛൻ ഉണ്ടാക്കിയ സാധനങ്ങൾ എനിക്ക് ആവശ്യമില്ല, ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ എനിക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാകുന്ന വിജയങ്ങൾ എൻ്റെ അധ്വാനത്തിൽ നിന്ന് മതി എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ ഗ്രീൻ ഹൗസിൻ്റെ കമ്പനിയുടെ പേരിലൊക്കെ ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നോക്കിയപ്പം അമ്മയും അനിയത്തിയാണ് പറഞ്ഞത്, എടാ ഇല്ല, തൽക്കാലം ഇതിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് ലോൺ വെച്ചോ. അതായത് 2,70,000 രൂപയ്ക്ക് മാത്രമുള്ളതേ വെച്ചിട്ടുള്ളൂ. അല്ല കാറിനടുത്തുള്ള 6,15,000 രൂപയ്ക്കുള്ള സാധനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ പൈസ ഞാനാണ് അറേഞ്ച് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ, ഇപ്പോൾ ഒരു ഓപ്ഷന് നമ്മുടെ കയ്യിലുള്ളൂ, ഇവളുടെ പൈസയും അതിനകത്തുള്ളതുകൊണ്ടാണ് അത് ഫ്രീ ആക്കേണ്ടത്. അപ്പം 2 ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇപ്പം ലീസിനെടുത്തേക്കുന്ന വീടിൻ്റെ ഓണേഴ്സ് കാലാവധി കഴിയാണ്ട് തരത്തില്ല. ഒന്നെങ്കിൽ കുതിരപ്പന്തിയിലെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഓഹരിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതിനകത്ത് എൻ്റെ ഈ 2.5 ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കുക. അതിപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ പൈസയിലെ നമ്മൾ ചോദിക്കുന്നത്, നമ്മളെ ഇട്ടേക്കുന്ന പൈസയിലെ നമ്മൾ ചോദിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചിഞ്ചുവിൻ്റെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടല്ലോ, ആ ലോൺ ഞാൻ അടച്ചൊക്കെ തീർത്തിട്ട് അതിനകത്ത് നിന്ന് 2.5 ലക്ഷം രൂപയ്ക്ക് മാത്രമുള്ള സാധനം ഞാൻ വിറ്റ് 2.5 ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കിയിട്ട് എൻ്റെ 1,36,000 ഇവളുടെ 1,14,000 രൂപയും ഫ്രീ ആക്കിയിട്ട് ബാക്കി ഗോൾഡ് ഫുള്ള് ചിഞ്ചുവിന് കൊടുത്തിട്ട് സെറ്റ് ചെയ്താൽ പോലെയെന്ന് ചോദിച്ചു. അപ്പോൾ പറയണ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ കൂടുതലൊക്കെ കിട്ടുന്ന വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ ആ പറയുന്ന ഗോൾഡ് കൊടുത്തില്ല. അവർ പറഞ്ഞു അവർക്ക് പറ്റത്തില്ല, അവർക്ക് ഈ ഒരു ഗോൾഡ് തരാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ബാലൻസ് പേയ്മെൻറ്റ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. ഇനി നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വോയിസ് കുറച്ച് മുന്നേ അൽത്താഫ് വ്ലോഗിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അൽത്താഫ് ഇട്ട ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇനി ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതായത് ഉപദ്രവിച്ചിട്ട് പോലും എന്നെ മുഖത്തിട്ട് 4 വട്ടം തുടർച്ചയായി അടിക്കുകയും 3-ാം തീയതി പ്രശ്നമുണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ രോഹിത്തിന്റെ മുമ്പിൽ വെച്ച് എന്നെ ക്യാമറ ഓൺ ആക്കിയാണ്, ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഏപ്രിൽ മാസം 3-ാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ. അന്ന് ഈ രോഹിത്ത് നേരെ ഈ ഫോൺ കണ്ടോണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് തുടർച്ചയായി 4 വട്ടം കറക്റ്റ് 4 വട്ടം അടിച്ചു. എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. ഈ നാട്ടുകാർ മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ. ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആ വീഡിയോ വെളിയിൽ ലീക്ക് ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് അന്ന് എന്നെ ഉപദ്രവിച്ചത്. ഈ ആൾക്കാരോട് മുന്നിലൊക്കെ പോയി നിന്നത് പറഞ്ഞതുമാണ് ഈ രോഹിത്ത്.
കേട്ടല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ രോഹിത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പറയണത്. എന്തായാലും പ്രശ്നേഷിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇത് അനാവശ്യമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. നിനക്ക് തന്നെ ആയിരിക്കും ഇത് ബാധിക്കുന്നത്. കാര്യം പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. ഈ ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് അപമാനിച്ചിരിക്കുകയാണ്. വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പോരാത്തതിന് ഈ പെൺകുട്ടിയുടെ ദേഹത്ത് കൈവച്ചിട്ടുമുണ്ട്. 100% അറസ്റ്റ് ചെയ്യപ്പെടും, യാതൊരു സംശയവുമില്ല ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ബോധവും വിവരത്തോടെ കൂടിയിട്ടും നീ പല കാര്യങ്ങളും പ്രവർത്തിക്കുക. ഇത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. ഇതെല്ലാം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന നോർമൽ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ, അമ്മയുടെയും ഈ പറയുന്ന മരുമകളുടെയൊക്കെ ഇടയ്ക്കുള്ളത്. അല്ലാതെ വലിയ ഭീകരമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക. അല്ല അനാവശ്യമായിട്ട് ഇതൊരു കണ്ടന്റ് ആക്കി എടുത്ത് ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.